إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് സ്വന്തമായ വീട് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നെങ്കിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ എങ്കിലും വീടുകൾ ഉണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, അർബഉ മിന സഅദ, 4 കാര്യങ്ങൾ സൗഭാഗ്യങ്ങളാണ്. അൽ മർഅത്തു സാലിഹ, ഏറ്റവും നല്ലൊരു ഭാര്യ. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു പുഞ്ചിരിക്കുന്ന, പരിഭവങ്ങളില്ലാത്ത, എപ്പോഴും കുറവുകളുടെ പിന്നാലെ പോകാത്ത, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ. വൽ മസ്കനു വാസി, വൽ മസ്കനുൽ വാസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ ഇടുക്കമില്ലാത്ത അത്യാവശ്യം സൗകര്യമുള്ള വീട്. വൽ ജാറുസ് സാലിഹ്, നല്ലൊരു അയൽവാസി. നല്ലൊരു അയൽവാസി, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു അയൽവാസി, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നോക്കി നിൽക്കുന്ന, നമുക്കെന്തെങ്കിലും പറ്റുമ്പോൾ സന്തോഷിക്കാത്ത, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ദുഃഖിക്കുന്ന, നമ്മളെ സഹായിക്കാൻ വേണ്ടി മനസ്സുള്ള ഒരു നല്ലൊരു അയൽവാസി. മറ്റൊന്ന് വൽ മർകബുൽ ഹനീ, മോശമായ വാഹനം, ധന്യമായ വാഹനം, അനുഗ്രഹമാണെന്ന് പറയാം. ധന്യമായ വാഹനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് സ്റ്റാർട്ടാകുന്ന, ഇന്നത്തെ കാലത്താണെങ്കിൽ വഴിയിൽ എവിടുന്ന് കംപ്ലൈൻ്റ് ആകാത്ത, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു വാഹനം, ഇതുകൂടി ഉണ്ടെങ്കിൽ അതൊക്കെയും നമ്മുടെ സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഒന്നാമത് എണ്ണിയത് നല്ലൊരു ഭാര്യ. മറ്റൊരു കാര്യം പറഞ്ഞെന്താ, വിശാലമായ വീടാണ്. മറ്റൊന്ന് പറഞ്ഞത് നല്ലൊരു അയൽവാസി, തരക്കേടില്ലാത്തൊരു വാഹനം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വഅർബഉ മിന ശഖാവ, 4 കാര്യങ്ങൾ ദൗർഭാഗ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികളാണ്. അതേതാണ്? അൽ ജാറുസു, മോശമായ അയൽവാസി. അയൽവാസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ബേജാറായിരിക്കും, അയാളെ മുന്നിലേക്ക് പോയി കളിയല്ലേ. ഇപ്പൊ നമ്മുടെ മകളുടെയോ മകന്റെയോ കല്യാണം വന്നാൽ അയൽവാസി അറിഞ്ഞേക്കല്ലേ എന്നൊരു ബേജാറുണ്ടാകുക. എന്ന് വെച്ചാൽ എന്താ, അത് മോശമായ അയൽവാസിയാണ്. വൽ മർഅത്തു സൂ, മോശമായ ഭാര്യ. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരില്ല, നമ്മളെന്തെങ്കിലും വാങ്ങിക്കൊണ്ടാൽ ആ സാധനം പോലും ശ്രദ്ധിക്കൂല, എപ്പോഴും കുറ്റങ്ങളും കുറവുകളുടെയും പിന്നാലെ നടക്കുന്ന ഭാര്യമാർ അങ്ങനെയുണ്ട് ചിലവർക്ക്. അത് എന്ന് പറയുന്നത് ദൗർഭാഗ്യമാണ്, ദൗർഭാഗ്യത്തിന്റെ അടയാളമാണ്. വൽ മസ്കനു ലീഖ, ഇടുങ്ങിയ വീട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും, മുതിർന്ന മക്കളൊക്കെ ഒരു റൂമിൽ താമസിക്കാം. ചിന്തിച്ചു നോക്കട്ടെ, അങ്ങനെയൊക്കെ ഇടുക്കുള്ള വീട്.
അങ്ങനെയുള്ള ഇടുക്കമുള്ള വീട്. വൽ മർക്കബുസു, ഒരു നല്ല വാഹനം ഇല്ലാതിരിക്കാം. സ്റ്റാർട്ടാവില്ല, വഴിക്കാണെങ്കിൽ ഓഫായി പോകും. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു നല്ല വാഹനമില്ലാതിരിക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ദൗർഭാഗ്യത്തിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അങ്ങേയറ്റത്തെ മോശമായ അവസ്ഥയാണ് ദുന്യവിയായിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മൾ പെരുമാറേണ്ട ചില പെരുമാറ്റ മര്യാദകൾ അത് വിശാലമാണ്. ഒരു വീട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സമാധാന കേന്ദ്രമാണ്. മസ്കൻ, അതൊരു സമാധാനം ഒരാൾക്ക് നൽകേണ്ട, ലഭിക്കേണ്ട ഇടമാണ് വീട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ ആർഭാടപൂർവ്വമുള്ള വീടല്ല ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള വീട്, അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദക്ക് നടക്കാനും കിടന്നുറങ്ങാനും പറ്റുന്ന വീട്. അതുകൊണ്ട് ചില ആദാബുകൾ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട്. അത് വിശാലമാണ്, എന്നാൽ പരിമിതമായ സമയം കൊണ്ട് ചിലത് സൂചിപ്പിക്കാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹു ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി ഖാല ശൈത്താനു ലാ മബീത ലക്കും വലാ അശാ. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കാം. ബിസ്മി ചൊല്ലിക്കൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് പ്രവേശിക്കാം. അതുപോലെ ഭക്ഷണത്തളികിലേക്ക് പോകുമ്പോൾ ഭക്ഷണത്തിന്റെ മുന്നിലാകുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എടുക്കാം. അപ്പൊ ശൈത്താൻ പറയുന്ന ഇവിടുന്ന് വിട്ടേക്ക്, കാരണം എന്താ, ഇവിടെ നമുക്ക് സ്ഥലമില്ല കേട്ടോ, ഇവിടെ താമസിക്കാനും കിടന്നുറങ്ങാനും ഇവിടൊക്കെ നമുക്ക് ഉപജീവനമായിട്ടും രാത്രി ഭക്ഷണത്തിനും ഒന്നുമില്ല, പോയിക്കോ എന്ന് പറയുമെന്നാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കാം. എന്നാൽ ഒരാൾ അങ്ങനെ പ്രവേശിക്കുന്നില്ല എന്ന് കരുതിക്കോ. വൈദാ ദഖല ഫലം യസ്കുരില്ലാഹി ഇൻദ ദുഖൂലി ഖാല ശൈത്താനു അദ്റക്തുമുൽ മബീത് വലം യസ്കുരില്ലാഹി ഇൻദ തആമിഹി ഖാല അദ്റക്തുമുൽ മബീത വൽ അശാ. അതായത് സമയത്ത് ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ ബിസ്മി ചൊല്ലിയില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാറേ ഇല്ല, എങ്കിൽ പിശാച് പറയെന്താ, ഇവിടെ ഉറങ്ങിക്കോ, ഇവിടെ നമുക്ക് വേണ്ടതുണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്, നമുക്ക് രാത്രി ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ നമുക്ക് നല്ല സൗകര്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരന്മാരെ അതിൻ്റെ അർത്ഥം? ആ വീട്ടിലൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം ശൈത്താന്റെ സാന്നിധ്യം എപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ശൈത്താനെ ഓടിക്കുന്ന ഒരു വഴിയും നമ്മൾ എടുത്തില്ല. ഒരു അസമാധാനത്തിന്റെ കേന്ദ്രമായി വീടുകൾ മാറുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഒരാളിൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നതാണ് പറയാം, ഇത് ദഖൽത അലാ അഹ്ലിക ഫസല്ലിം അലൈഹിം തഹിയ്യത്തുൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ. നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം ചൊല്ലണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സലാം നമ്മൾ ചൊല്ലിക്കൊണ്ടായിരിക്കണം വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മൾ വീട്ടിന്റെ മട്ടുപ്പാതിലാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിലാണ്. അപ്പം പറയടാ, നമ്മൾ ആയിഷ മോള് വന്നിട്ടുണ്ടല്ലോ, എങ്ങനെ തിരിഞ്ഞ് എങ്ങനെ മനസ്സിലായേ? അവൾ സലാം ചൊല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ നമ്മുടെ സലാമിൽ നിന്ന് അവർ പഠിക്കുകയാണ്, കുട്ടികളും പേരമക്കളും പഠിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ സലാം ചൊല്ലിയാണ്. ഇപ്പൊ നമ്മളിൽ അധികം പേർക്കും കാണുന്ന ഒരു മറവി എന്ന് വേണമെങ്കിൽ പറയാം, വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ സലാം ചൊല്ലില്ല. ഭാര്യയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ടാകാം, അപ്പൊ അസ്സലാമു അലൈക്കും നമ്മൾ ചൊല്ലൂല. എന്തടി അവിടെ കൊടുത്തിനാ, അതെന്താ മറ്റയാൾ വന്നിനാ, എന്താ മറ്റയാൾ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ അസ്സലാമു അലൈക്കും ഭാര്യനോടും ചൊല്ലൂല, ഭർത്താവിനോടും ചൊല്ലില്ല. മകള് അവൾ പഠിക്കുന്ന കോളേജിൽ നിന്നോ മറ്റോ നമ്മളെ വിളിക്കാൻ അവൾ ഉപ്പാനോട് ചൊല്ലുന്നില്ല അസ്സലാമു അലൈക്കും. നമ്മൾ മകൾക്ക് വിളിക്കാൻ നമ്മളും ചൊല്ലുന്നില്ല അസ്സലാമു അലൈക്കും. പള്ളിയിൽ ഉസ്താദിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അല്ലെങ്കിൽ നല്ല ഒരു നിസ്കാര ടേബിൾ താടിയുള്ള കാണുമ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് നമ്മൾ ചൊല്ലണം. എന്താണ് അതിന്റെ അർത്ഥം? ആ ശബ്ദം കേൾക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, ആ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ഭാര്യമാരുണ്ട്, ആ ശബ്ദം കേൾക്കുന്ന നമ്മുടെ കുട്ടികളുണ്ട്, പേരമക്കളുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹുവിനുള്ള കാരുണ്യം ഉണ്ടാകട്ടെ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പൊ ഉമ്മ അവിടുന്ന് മടക്കി പറയാൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, നിങ്ങൾക്കും ഉണ്ടാകട്ടെ അള്ളാഹുവിന്റെ കാരുണ്യവും ബർക്കത്തും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയാണ് സഹോദരന്മാരെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സലാം ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ വീടുകളിലേക്ക് പ്രവേശിക്കേണ്ടത്. എപ്പോൾ എന്തുണ്ടാകും? നമുക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാകും, നമുക്ക് ശാന്തി ഉണ്ടാകും, നമുക്ക് സ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട ചില ആദാബുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാൽ ഉടനടി ചെയ്യാറുണ്ടായിരുന്നു എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാൽ ആദ്യം ചെയ്യാറുണ്ടായിരുന്നു ബിസ്വാക്ക്, പല്ല് തേക്കുക എന്നതായിരുന്നു.
പല്ല് തേക്കും. കാരണം പകല് രാവിലെ വിട്ടതേക്കും വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അടുത്ത് തന്നെയാണ് പള്ളി, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയതായിരിക്കും. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ മക്കളോട് സംസാരിക്കണം, ഭാര്യയോട് സംസ്കാരിക്കണം. അതെന്തായിരിക്കണം? അതൊരു മാന്യമായിരിക്കണം. ഒരു വായി നാർന്ന രീതിയിൽ ഭാര്യൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. അങ്ങനെയല്ല. വീട്ടിൽ കയറിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യാറുണ്ട് ചോദിച്ചു. അപ്പോൾ പല്ല് തേക്കാറായിരുന്നു. പല്ലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. പല്ല് തേക്കലായിരുന്നു. അങ്ങനെയുള്ള ശുദ്ധമായൊരു പ്രകൃതവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മക്കളോട് സംസാരിക്കും, ഒരു വായി നാർന്ന രൂപത്തിൽ സംസാരിക്കാം. അല്ലെങ്കിൽ രാത്രിയിൽ ഭാര്യയുടെ കൂടെ കിടന്നിറങ്ങാൻ അവിടെ പോകുമ്പോൾ ഒന്ന് കുളിച്ച് ഒരു മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി ചെയ്യുക. ഇതൊക്കെ വീട്ടിൽ കാണിക്കേണ്ട ഒരു പ്രത്യേകതയാണ്, ഒരു മര്യാദയാണ്. അതുപോലെ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന കാണാം, രാത്രിയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരുന്നു വാതിലടക്കാറുണ്ടായിരുന്നത്. إذا كان جنح الليل أو أمسيتم وأغلقوا الأبواب واذكروا اسم الله فإن الشيطان لا يفتح بابا مغلقا. അതെ, ബിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വാതിലടച്ചാൽ ആ വാതിൽ ശൈത്താൻ ഒരിക്കലും തുറക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലടക്കുക രാത്രിയായാൽ, അത് ശൈത്താൻ ഒരിക്കലും തുറക്കുകയില്ല എന്ന്. ഏത് വരെ എന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന ജുനുഹുൽ ലൈലി ഔ അംസൈതും വഅഖു കിറബക്കും വഹമ്മിറു ആനിയതക്കും വസ്കുറു ഇസ്മല്ലാഹി വലൗ അൻ തഹറു അലൈഹാ ഷൈഅ. രാത്രിയുടെ തുടക്കമായാൽ, അതായത് കിടക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ പാത്രം ഉണ്ടാവും, പാത്രത്തിന്റെ മൂടിയൊക്കെ വെക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് വെക്കണം. ഇനി മൂടിയില്ല, പഴയ കാലത്തെ പറ്റി പറയാം, നിങ്ങൾ എന്തെങ്കിലും ഒരു വടിയോ എന്തെങ്കിലും ഒരു കോലോ എങ്കിലും പാത്രത്തിന്റെ മുകളിലേക്ക് വെക്കൂ എന്നാണ്. ചുമ്മാ തുറന്ന രീതിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി പാടുന്നില്ല. അങ്ങനെ നിങ്ങൾ അടക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് അടക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലി. അതായത് നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും ഉത്തമനായവനാണ്. നിങ്ങളിൽ വെച്ച് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാണ്. നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. സഹാബികളെ സാക്ഷി നിർത്തിയിട്ടാണ് പറയുന്നത്. നൂറുകണക്കിന് സഹാബികളെ സാക്ഷി നിർത്തിയിട്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. നമ്മൾ സമൂഹത്തിലൊക്കെ നമ്മൾ നല്ല മാന്യന്മാരും നല്ല രീതിയിൽ ഇടപാടൊക്കെ ചെയ്യും. പക്ഷെ ഭാര്യനോടോ ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഒരു നാക്കിട്ടാണ് ഫോൺ വിളിക്കാം. വീട്ടിൽ കയറുമ്പോൾ ഭാര്യയോടും ഉണ്ടാട്ടില്ല, ഭർത്താവിനോടും ഉണ്ടാട്ടില്ല, വളരെ മുഷിഞ്ഞ രീതിയിലാണ്. സഹോദരന്മാരെ, ഇന്ന് സമൂഹത്തിൽ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു 50 വയസ്സ് 55 വയസ്സൊക്കെ പുരുഷനായാലുണ്ടല്ലോ, സ്ത്രീ എന്ത് ചെയ്യും? അവൾ മാറിയിട്ട് അങ്ങ് കിടക്കും. അധികം വീട്ടിലുള്ള അവസ്ഥയാണ്. ഒരു 55, 56 വയസ്സ്, 58, 59, 60 വയസ്സാകുമ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യും? ഭാര്യ എന്ത് ചെയ്യും? അവൾ മാറിയിട്ട് കിടക്കും. ഇയാള് വീട്ടിൽ ഏതെങ്കിലും റൂമിൽ തനിച്ച് ഒറ്റക്ക്, അയാൾക്ക് അതിന്റെ പരിഭവങ്ങൾ ഉണ്ടാവും. വെറും ശാരീരികമായ ബന്ധപ്പെടൽ മാത്രമല്ല, മനസ്സിലുണ്ടാക്കുന്ന പിരിമുറുക്കങ്ങൾ, വിഷമതകൾ, ടെൻഷനുകൾ, അതൊക്കെ ഒരു ഇറക്കി വെക്കുന്ന ഇടമാണ് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുള്ള സാധ്യതയില്ല, സാഹചര്യമില്ല. കാരണം എന്തേ? ഭാര്യ അപ്പുറം കിടക്കുന്നുണ്ടാവും, ഭർത്താവ് ഇപ്പുറം കിടക്കുന്നുണ്ടാവും. അയാൾ അവിടെ ഭക്ഷണത്തളിക വന്നാൽ ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഒറ്റപ്പെടുന്നൊരവസ്ഥ. എന്നിട്ട് പറയും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, എവിടെയാണ് ആ സാക്ഷ്യത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അവസാന നാൾ വരെ സ്വന്തം ഭാര്യയുടെ കൂടെയായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ആ സുന്നത്ത് എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഭർത്താവിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒറ്റക്കുള്ള താമസമുണ്ടല്ലോ, എല്ലാവിധ അനുഗ്രഹങ്ങളും കൊട്ടിയടക്കപ്പെടുന്ന ഒരവസ്ഥ അവൾ സ്വയം തെരഞ്ഞെടുക്കുകയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് വിമുഖത കാണിക്കുകയാണ് എന്ന് മുസ്ലിങ്ങളായ നമ്മുടെ സ്ത്രീകളെങ്കിലും മനസ്സിലാക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യമാരോട്, ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാർ, അതുപോലെ തന്നെ സിക്ർ ചൊല്ലുന്ന വീട് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ലുൽ ബൈത്തിൽ ലദീ യുസ്കറുല്ലാഹു ഫീ വൽ ബൈത്തിൽ ലദീ ലാ യുസ്കറുല്ലാഹു ഫീ മസ്ലുൽ ഹയ്യ് വൽ മയ്യിത്ത്.
അതേ ജീവനും ജീവനില്ലാത്തതിൻ്റെയും ഉദാഹരണം, അതായത് അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന വീടിൻ്റെയും അള്ളാഹുവിനെ സ്മരിക്കപ്പെടാത്ത വീടിൻ്റെയും ഉപമ എന്ന് പറയുന്നത് അത് ജീവനുള്ളതിൻ്റെയും മരിച്ചവൻ്റെയും ഉപമയാണ്. ജീവനുള്ളതിൻ്റെയും മരിച്ചവൻ്റെയും ഉപമയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു വീടായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തജ്അലൂ ബുയൂതക്കും മകാബിർ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖ്റഉ ഫീ സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യണം. ഇപ്പോൾ രാത്രിയായാലും മഗ്രിബിനൊക്കെ സമയമായാലും വീട്ടിൽ നിന്ന് ഒച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക. ഗ്രഹനാഥൻ ആദ്യം പാരായണം ചെയ്യണം. ഭാര്യമാർ ഉമ്മമാർ പാരായണം ചെയ്യണം. അപ്പോഴാണ് മക്കൾ അതിൽ നിന്ന് പഠിക്കുക. അപ്പോൾ പറയും, ഞാൻ 4ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ, എനിക്ക് ഖുർആൻ പാരായണം ചെയ്യാറില്ല. ആയിക്കോട്ടെ സഹോദരന്മാരെ, തെറ്റിക്കൊണ്ടെങ്കിലും ഖുർആൻ പാരായണം ചെയ്തോ, അറിയില്ല. അങ്ങനെ തെറ്റിയിട്ട് നമുക്ക് ഓതറിയല്ലോ, നമുക്ക് അക്ഷരങ്ങൾ അറിയല്ലോ, ഫതഹ് അറിയല്ലോ, കസർ അറിയല്ലോ. അങ്ങനെ തെറ്റിയിട്ട് ഓതിയാൽ പോലും അതിൽ പുണ്യമുണ്ടെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തെറ്റിയിട്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഉപയോഗിക്കുക. സുബഹിക്ക് ശേഷം വിശാലമായ സമയമുണ്ട്. എന്തിനാണ് ഈ മൊബൈൽ ഫോണിൽ തോണ്ടുന്നത്? ഒരു അരമണിക്കൂർ ഖുർആൻ പാരായണം ചെയ്യുക. വൈകുന്നേരം രാത്രിയിൽ സമയമുണ്ട്. എല്ലാറ്റിനും നമുക്ക് സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് ഒന്ന് ഫിസിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കൽപ്പിച്ച നമ്മൾ അരമണിക്കൂർ കടന്നു കൊടുക്കും, 1 മണിക്കൂർ കടന്നു കൊടുക്കും, 2 മണിക്കൂർ കടന്നു കൊടുക്കും. ചിലപ്പോൾ ഡോക്ടർക്ക് കീ നിൽക്കാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ നമ്മൾ ഇവിടെ കീ നിൽക്കും, അവിടെ ഇരിക്കും. പക്ഷെ ആരോഗ്യവനായിരിക്കുന്ന അവസ്ഥയിൽ ഒരു അരമണിക്കൂർ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥ അങ്ങേയറ്റത്തെ പരിതാപകരമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് മഖ്ബറകളാക്കരുത്. ലാ തജ്അലൂ ബുയൂതക്കും മകാബിർ. നിങ്ങളുടെ വീടുകൾ മഖ്ബറകളാക്കണം എന്ന് പറഞ്ഞാൽ എന്താ? മഖ്ബറയിൽ ഖുർആൻ പാരായണം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ട്, വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകൾ മഖാബിറുകളാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബി 2000 ആമിൻ. നിശ്ചയം അല്ലാഹു ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തി. അതിൽ നിന്ന് 2 വചനങ്ങളെ അവൻ അവതരിപ്പിക്കുകയും അവ കൊണ്ട് സൂറത്തുൽ ബഖറ അവസാനിപ്പിക്കുകയും ചെയ്തു. അവ രണ്ടും ഒരു വീട്ടിൽ പാരായണം ചെയ്താലുണ്ടല്ലോ 3 രാവുകൾ പിശാചുക്കൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് അത് ഒരാളൊരു വീട്ടിൽ നിന്ന് പാരായണം ചെയ്താൽ 3 രാവുകൾ, രാത്രിയാകട്ടെ പകലാകട്ടെ, പിശാചുക്കൾ ആ വീടുകളിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളാക്കി നമ്മളെ വീടുകളെ മാറ്റണം. അതുപോലെയാണ് ദമ്പതികൾ രാത്രി നിസ്കരിക്കുക. ദമ്പതികൾ രാത്രി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരം അല്ലെങ്കിൽ രാത്രി നിസ്കാരം അത് നമുക്ക് പതിവാക്കാം. സുബഹിക്ക് മുമ്പ് കുറച്ച് സമയം എണീക്കുക, എന്നിട്ട് ഭർത്താവിനെ വിളിക്കുക, ഒന്ന് എണീക്കപ്പ, ഭാര്യനെ വിളിക്കുക, എടി നീ എണീക്ക്, എന്നിട്ട് എന്തൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഭർത്താവ് ഇമാമായിട്ട് നിൽക്കുക, ഭാര്യ മമുമായിട്ട് നിൽക്കുക. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചാൽ വല്ലവനും രാത്രി ഉറക്കമുണരുകയും തൻ്റെ ഇണയെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തി 2 പേരും ഒന്നിച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവർ 2 പേരും ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന മനുഷ്യന്മാരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങി കഴിയണം. സ്ത്രീകളോട് പറയാൻ, പഴയ അജ്ഞാത കാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ഹാള്, ഒരു മാള് എന്തെങ്കിലും ഒരു ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആരാണ്ടുക? സ്ത്രീകളായിരിക്കും. ഒരു മാൾ ഉദ്ഘാടനം ചെയ്ത് അവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും. ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈടെക് സൂപ്പർ മാർക്കറ്റ് വന്നു നമ്മുടെ നാട്ടിൽ, അത് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം പരസ്യം ചെയ്താൽ അവിടെ ഏറ്റവും കൂടുതൽ ആരാണ്ടുക? സ്ത്രീകളാണ്. ഇനി മുസ്ലിം പ്രദേശമാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകാറ് അത് മുസ്ലിം സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാഹിലിയ കാലഘട്ടം പോലെ കഴിയരുത്
എന്ന് പറയുകയാണ്. അതേപോലെ നിങ്ങൾ ജീവിച്ച പോലെ ജീവിക്കരുത്. നിങ്ങൾ വീടുകളിൽ കുറച്ച് അടങ്ങി ഒതുങ്ങി കഴിയണം. നിങ്ങൾ നിങ്ങളുടെ അജ്ഞാത കാലത്ത് സൗന്ദര്യ പ്രകടനം പോലെ സൗന്ദര്യ പ്രകടനം നടത്തരുത്. ലിപ്സ്റ്റിക്, മേക്കപ്പ് അതൊന്നും അറിയാത്ത പെൺകുട്ടികൾ ഇന്ന് വീടുകളില്ല. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മളെ അത്ഭുതപ്പെടുത്തും മാറിനെ പുറത്തി കാണിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ, നമ്മുടെ ചന്തി കാണിക്കാനുള്ള, തുട കാണിക്കാനുള്ള, മുടിക്കെട്ട് ഡ്യൂപ്ലിക്കേറ്റായി വന്നിട്ട് അതൊക്കെ മിടിച്ച് കാണിക്കാനുള്ള പല രൂപത്തിലുള്ള സാമഗ്രികളാണ് ഇപ്പോൾ ഓൺലൈനും മറ്റും ലഭ്യമാണ്. അതൊക്കെ വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വീട്ടിൻ്റെ പുറത്തേക്ക് പോകുന്നത്. എന്താണ്? അവരുടെ ഇല്ലാത്ത മാറായി കാണിക്കുകയാണ്. അതുപോലെ തന്നെ തുട കാണിക്കുകയാണ്. അതുപോലുള്ള പാന്റും ഡ്രസ്സും അതുപോലെയുള്ള വേഷങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ പാടുള്ളതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു. അവരോട് ചോദിക്കുകയാണ്, മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ആയിഷ റളിയല്ലാഹു ചോദിക്കുകയാണ്, റസൂൽ എന്തായിരുന്നു വീട്ടിൽ ചെയ്തത്? പിന്നീടുള്ള പിൽക്കാലക്കാരെ ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു പറയണേ, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി തഅനി ഖിദ്മത അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നമ്മളെ സഹായിക്കും, നമുക്ക് ഇതിനുള്ള പറ്റുള്ള ഹെൽപ്പെല്ലാം ചെയ്യും. വീട്ടിൽ നമ്മളെന്തെങ്കിലും മുറിക്കുന്നുണ്ടെങ്കിൽ റസൂൽ മുറിച്ച് തരും, നമ്മളെന്തെങ്കിലും അടിച്ചു വാരുന്നെങ്കിൽ റസൂൽ അടിച്ചു വാരി തരും. എന്നിട്ടോ ബാങ്ക് വിളിക്കാട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകും എന്നാണ്. സഹോദരന്മാരെ, പുരുഷന്മാരായ നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. വീട്ടിൽ നമ്മുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ പണിക്കാരികളല്ല. അവർ വെറും പണി, രാവിലെ എണീക്കുന്നു, ജോലി ചെയ്യുന്നു, തിരക്കാണ്, ഡ്രസ്സാണ്, ബാത്റൂം അലക്കുന്നു, എപ്പോഴും ഷുഗിലാണ്, പണിയിലാണ്. അവർ പണി പിടിച്ചിട്ട് ചിലപ്പോൾ പാരസെറ്റമോൾ ഗുളിക കഴിച്ചിട്ടായിരിക്കും അടുക്കളയിൽ എന്തെങ്കിലും മുറിച്ച് തരുന്നുണ്ടാകുക. എന്നാൽ പുരുഷൻ, നമ്മൾ ഭർത്താവ് അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും, എന്തെങ്കിലും ഹെൽപ്പ് അത് ചെയ്യുകയില്ല. എന്നാൽ നമുക്ക് എന്തെങ്കിലും പനി വന്നാലോ 2 ദിവസം 3 ദിവസം നമ്മളവിടെ പുതച്ച് കിടന്നുറങ്ങും, അതൊരു പ്രശ്നവുമില്ല. എന്നാൽ നമ്മുടെ ഭാര്യമാരോ അങ്ങനെ കിടന്നാൽ എന്താണ് അവസ്ഥ? സഹോദരന്മാരെ, വീടുകളിൽ നമ്മൾ ഭാര്യമാരെ സഹായിക്കണം. ഒരു ചായ കുടിച്ച്, ചായപ്പിണ്ടി ഉണ്ടാവും, അത് ടേബിളിൽ വെച്ചിട്ടൊക്കെ പോകും. ഭക്ഷണം കഴിച്ച് ആ പ്ലേറ്റ് അതൊന്ന് വൃത്തിയാക്കാൻ നമുക്ക് തയ്യാറല്ല, അത് അവിടെ വെച്ചിട്ട് പോകും. വേസ്റ്റ് ഒന്ന് കോരിയെടുത്ത് ഒന്ന് കളയുക, ഒന്ന് ടേബിളിൽ തുടക്കുക, നമ്മൾ കഴിച്ച പ്ലേറ്റ് ഒന്ന് കഴുകുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക, വിഷമം ഉണ്ടാകുമ്പോൾ രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രയാസം, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണോ, ഒരു ഉള്ളി മുറിച്ച് തരണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യണോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കുക. അതൊന്നും നമുക്ക് സമയമില്ല എന്ന് മാത്രമല്ല, ഇല്ലാത്ത സമയം ഉണ്ടാക്കാനും നമുക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു പരിശ്രമം നമ്മളില്ല. എന്തെങ്കിലും കണ്ടാൽ എന്തിനു കുറ്റം പറയും. ഒരു കൂടെ ചത്ത് കിടക്കുന്നു, ഇതൊന്നും കൊടിയില്ല, ഇതൊന്നും പ്രശ്നമൊക്കെ ഇതെന്തിവിടെ, എന്നാൽ ആ കോരി എടുത്തിട്ടൊന്ന് കോരിയാൽ മതി. എന്തെങ്കിലും വൃത്തി കിടക്കണ്ട, മൂപ്പരത്ത് അത് ചെയ്താൽ മതി. പക്ഷെ അതൊന്നും ചെയ്യില്ല. സഹോദരന്മാരെ, എന്നിട്ട് പറയും വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബിയെ ഞാൻ സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു. എവിടെ സഹായിക്കണം? വീടുകളിൽ ഭാര്യമാർക്ക് താങ്ങും തണലുമാകണം. അല്പം അധ്വാനിക്കണം, മുഴുവനും അധ്വാനിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. രാവിലെ പണിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ആകെ വിഷമത്തിലും ക്ഷീണത്തിലും പ്രയാസത്തിലായിരിക്കും. എന്നാലും കഴിയുന്ന രൂപത്തിലുള്ള ചെറിയൊരു ഹെൽപ്പ് അത് നമുക്ക് ചെയ്യാം. ഞായറാഴ്ചകളിൽ ചെയ്യാം. ഒന്ന് വണ്ണാമലൊക്കെ അടിച്ച്, ഒന്ന് വീടൊക്കെ അടിച്ച് ഒന്ന് വരാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തോട് നമ്മുടെ പ്രവർത്തനം എത്തിപ്പെടുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വീട്ടുകാരെ ഉത്ബോധിപ്പിക്കണം. അതെങ്ങനെ കഴിയാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലിയ, നീ നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. പരാതികളല്ല പറയണം. എൻ്റെ മോനെ 18 വയസ്സായ മോനായിരിക്കും, ഓൻ നിസ്കരിക്കില്ല, മറ്റുള്ളവരോട് പരാതി പറയും. ചിലപ്പോൾ അവൻ്റെ ആപ്പാനോട്, ഇളയപ്പാനോട്, മൂത്തുപ്പാനോട് ഒക്കെ പരാതി പറഞ്ഞ് നടക്കുന്ന ഒരു രക്ഷിതാവായി നമ്മൾ മാറാൻ പാടില്ല. അവനോട് ഉപദേശിക്കണം, അല്ല പോനെ നിസ്കരിക്ക്. അതിൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അതിൽ ക്ഷമിച്ചു നിൽക്കണം. നിങ്ങളുടെ കുടുംബത്തോടുള്ള ഉപദേശമുണ്ടല്ലോ സഹോദരന്മാരെ, നമുക്ക് പല രൂപത്തിലുള്ള ടെൻഷനുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് കുടുംബവുമായിട്ട് പങ്കുവെക്കണം. ഭാര്യനെ ഇരുത്തണം, മക്കളെ ഇരുത്തണം. അല്ല, ഞാനിങ്ങനെ മെയിൻ്റനൻസ് പണി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, ആയിഷാന്റെ കല്യാണം വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ കരുതി 1.5 ലക്ഷം രൂപ ആകുമെന്നാണ്. പക്ഷെ ഇത് 2.5 ലക്ഷത്തിലും ഒതുങ്ങുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക?
അപ്പോൾ അവർക്ക് തോന്നും ശരിയാണ്, അവരൊരു ആലോചനയാണ്, ഇതെന്താ ഇപ്പം ചെയ്യുക. അപ്പം മൂത്ത മോള് പറയും, ഉപ്പ എൻ്റെ ഒരു 2 പവനുണ്ട്, അവ നിങ്ങൾ കൊടുത്തേക്ക്. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ എന്ത് ചെയ്യും, ഉപ്പാനോട് കൂടുതൽ ആവശ്യപ്പെടുന്നതെങ്കിലും അവരവിടെ നിർത്തിവെക്കും. ഞാൻ വിചാരിച്ച് ഈ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബാത്റൂമിൻ്റെ ചെറിയൊരു പണി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഉപ്പ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം ഞാൻ പറയുന്നില്ല എന്ന് മക്കൾ വിചാരിക്കും. അല്ലാതെ ഉപ്പാനോട് ഓരോ കാര്യങ്ങൾ പറയും, ഉപ്പ ഒറ്റയടിക്ക് പറയും അനക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുഴപ്പമാക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യും, അവിടെ കുടുംബ ചിന്തതയുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരിച്ചു കൊണ്ടുള്ള ഒരു കൂടിയാലോചനകൾ വീട്ടിൽ നടന്നാൽ വീടെന്താകും, വീട് സമാധാന കേന്ദ്രമാകും. അതുകൊണ്ടാണ് എല്ലാ തരത്തിലും ഇപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെതിരെ ശക്തമായി പടപെടുത്തുമ്പോൾ പോലും അദ്ദേഹം പിതാവിനെ വിളിക്കുന്ന യാ അബത്തി, എൻ്റെ പൊന്നൊപ്പല്ലാ തഅബ്ദു ശൈത്താൻ, നിങ്ങൾ ശൈത്താൻ ആരാധിക്കരുത്, ഇന്ന ശൈത്താന കാനൽ റഹ്മാനി അസിയ്യ, പരമകാരുണികളുടെ ശൈത്താൻ അനുസരണമില്ലാത്തതാണ് എന്ന രൂപത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉപദേശമായിരിക്കണം ഒരു ഗ്രഹനാഥനും ഗ്രഹനാദിയും വീടുകളിൽ വെച്ച് പുലർത്തേണ്ടത്. മക്കളോട് വാത്സല്യം ഉണ്ടാകണം, പ്രത്യേകിച്ച് പേരമക്കൾ. ഇപ്പൊ നമ്മളൊക്കെ കുറച്ച് വലുതാകുമ്പോൾ മക്കളൊക്കെ വീട്ടിലുണ്ടാവും. കുട്ടികളുടെ സ്വഭാവം തനതായൊരു സ്വഭാവം ഉണ്ടാവും, അവരവിടെ ഓടിക്കയറും ഇവിടെ ഓടിക്കയറും. എപ്പോഴും ഒരു കുഴപ്പക്കാരനായിരുന്നു ഉപ്പാപ്പ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മോള് പറയാ നീ മുന്നടക്ക ഉപ്പാപ്പ കയറി വരുന്നുണ്ട്. അങ്ങനെയല്ല, മക്കളോട് അങ്ങേയറ്റം വാത്സല്യം കാണിക്കണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഇബ്നു അലിയെ ചുംബിച്ചു. തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അൽ അക്രബി ഇബ്നു ഹാബിസ് അത്തമീമി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെ എൻ്റെ മോനെ ഇതുവരെ ചുംബിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലാ യർഹമു ലാ യുർഹം, അല്ലാഹു ഉണ്ടല്ലോ കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കുകയില്ല. കുട്ടികളോട് കരുണ കാണിക്കേണ്ടതാണ്. അവരുടേതായ ഒരു പ്രകൃതത്തിൽ അവർ ജീവിക്കുന്നത്. അങ്ങനെ ആയിരുന്നു നമ്മൾ അങ്ങനെയായിരുന്നു, ഞാനും നിങ്ങളും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളോട് എന്താക്കണം, കരുണ കാണിക്കണം. ഒരു സംഘം വന്നിട്ട് സഹാബികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികൾ ചുംബിക്കാറുണ്ടോ? ഒരു സംഘം, അന്നത്തെ കാലത്ത് ജാഹിലിയ്യ കാലഘട്ടം, സഹാബിയോട് ചോദിക്കണം, നിങ്ങളെ കുട്ടികൾ ചുംബിക്കും? അപ്പൊ സഹാബികൾ ഞങ്ങൾ ചുംബിക്കും. എന്തേ? അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, വഅംലികു ഇൻ കാന അല്ലാഹു നസഹ മിൻകും റഹ്മ, നിങ്ങളിൽ നിന്ന് അല്ലാഹു കാരുണ്യം ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനത് ഉടമപ്പെടുത്തണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള മക്കളോട് നമ്മൾ എന്ത് ചെയ്യണം, കരുണയോടുകൂടി പെരുമാറണം. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു ഉസ്മാൻ തല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ വീട്ടിലെ ഭാര്യയോ ഭർത്താവോ അവരൊക്കെ രോഗികളോ, അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുമ്പടിച്ചിട്ട് ഓടും. ആ ഡോക്ടറെ അടുത്ത് പോകണം, ഈ ഡോക്ടറെ അടുത്ത് പോകണം, അവിടെ പോകണം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കാണാം. ഇത് മരില അഖദു മിൻ അഹ്ലി നഫസ അലൈഹി ബിൽ മുഅവ്വിദാതി ഫലമ്മ മരില മർളഹു അല്ലദി മാത ഫീ ജഅൽതു അൻഫുസു അലൈഹി വഅംസു ബിയദി നഫ്സി ലിഅന്നഹ കാനത അഅളമു ബറകതു മിൻ യദി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുടുംബക്കാരൻ ആരെങ്കിലും രോഗിയായാലും സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്ത് ഫലക്, സൂറത്ത് നാസ് അതൊക്കെ ഊതിയിട്ട് മന്ത്രിക്കുമായിരുന്നു. രോഗിയായ കുടുംബക്കാരനെ മന്ത്രിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ കുടുംബക്കാരനോ അല്ലാതെയോ രോഗിയാണ്, അപ്പോൾ എന്ത് ചെയ്യണം? അസീബിൽ ബാസ് റബ്ബിൻ നാസ് വഷ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാൻ ലാ യുഗാദിറു സഖമ. പ്രാർത്ഥനയാണ്. അതായത് രോഗം മാറ്റുന്ന അല്ലാഹുവേ നീ രോഗം മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന. ഒന്ന് അവർക്കുള്ളൊരു മന്ത്രം ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്ത് ഫലക്, അതുപോലെ തന്നെ സൂറത്ത് നാസ് ഒക്കെ ഓതിട്ട് മന്ത്രിക്കാം. അതുപോലെ തന്നെ അവർക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് അവരെ ആശ്വസിപ്പിക്കാം. അല്ലാതെ നിങ്ങൾക്ക് എന്തുണ്ട് പ്രയാസം, രോഗം, ആ ഡോക്ടർക്ക് പോയി ഈ ഡോക്ടർക്ക് പോവാ, ഈ മന്ത്രം നമ്മൾ മന്ത്രിക്കണമെന്നാണ്. അതിന് പള്ളിയിലെ ഉസ്താദിനെ വിളിക്കണം എന്നല്ല, അല്ലെങ്കിൽ മന്ത്രിക്കുന്ന ഒരു റാക്കി നമ്മുടെ നാട്ടിലാണ്, അയാളെ വിളിച്ചുകൊണ്ടിരണമെന്നല്ല, അയാൾ വിളിക്കാനേ പാടില്ല. ഒരു റാക്കിയായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഒരാൾ നാട്ടിലുണ്ടെങ്കിൽ അയാൾ മന്ത്രം എന്ന പരിപാടിക്ക് വിളിക്കാനേ പാടില്ല. നമുക്ക് മന്ത്രിക്ക്
തൗഹീദുള്ള നമ്മൾ മന്ത്രിക്കുന്നതിനെക്കാട്ടി ഉത്തമമായ മന്ത്രം വേറെ ഏത് മന്ത്രമുള്ളത്? അതുകൊണ്ട് തന്നെ ഖുൽഹുവല്ലാഹു അഹദ് ഓതിയിട്ട് ഭാര്യനെ മന്ത്രിക്കുന്നു, ഭർത്താവിനെ മന്ത്രിക്കുന്നു, ഫലക്കോതി മന്ത്രിക്കുന്നു, നാസോതി മന്ത്രിക്കുന്നു, സൂറത്ത് ഫാത്തിഹ മന്ത്രിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു. അതൊക്കെയും നമുക്ക് ചെയ്യാൻ അനുവദിക്കപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്നീ പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമാതി മിൻ കുല്ലി ശൈത്താനി വഹാമത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ. എല്ലാ പിശാചുക്കളിൽ നിന്നും വിഷജീവികളിൽ നിന്നും ബാധയേൽപ്പിക്കുന്ന കണ്ണുകളിൽ നിന്നും നിങ്ങളുടെ രക്ഷയ്ക്കായി അള്ളാഹുവിന്റെ പരിപൂർണമായ വചനം കൊണ്ട് ഞാൻ അഭയം തേടുന്നു. എന്നിട്ട് പറയാണ്, നിശ്ചയം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിലിനും ഇസാഖിനും ഇവ കൊണ്ട് മന്ത്രിക്കുമായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രിക്ക എന്ന് പറഞ്ഞാൽ എന്താ? അതും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ നമ്മളെപ്പോഴും മുഖപ്രസന്നതയോടെ ആയിരിക്കണം. ഉപ്പാനെ കാണുമ്പം ഇങ്ങനെ ആദ്യം പിന്നെ അവിടെ ഇങ്ങനെ ഓടി ഒളിക്കുന്ന മക്കളുണ്ട്. ഒന്ന് വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിൽ കയറും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂലൽ ബറാ ചോദിച്ചു, അക്കാന വജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല സൈഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാൾ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. ലാ ബൽ മിസ്ലൽ ഖമർ, അദ്ദേഹത്തിന്റെ മുഖം ചന്ദ്രനെ പോലെയായിരുന്നു. ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നമാ കാന യതബസ്സം, അദ്ദേഹം എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു. വലിയ ഗൗരവക്കാരനായിരുന്നില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമിതമായി പൊട്ടിച്ചിരിക്കുന്ന, അണപ്പല്ല് കാണുന്ന രൂപത്തിൽ, ചെറുനാക്ക് കാണുന്ന രൂപത്തിൽ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എപ്പോഴും പുഞ്ചിരി തൂങ്ങുന്ന ഒരു മുഖമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു എന്ന് സഹോദരന്മാരെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടെ ഒരിക്കലും നീചവൃത്തികൾ നമ്മൾ സംബന്ധിക്കരുത്. നീചവൃത്തികൾ, വൃത്തികേടുകൾ, ഇപ്പൊ നമ്മുടെ മക്കൾ ഏതെങ്കിലും വൃത്തികേടിലേക്ക് പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ചാറ്റുകൾ ചെയ്യുക, വേറെ രൂപത്തിൽ ദുസ്വഭാവങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ വേറെ നമുക്ക് അവർക്ക് മഹറമല്ലാത്ത ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള എന്തൊക്കെ, അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ സമ്മതിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തും ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന മുദ്മിനുൽ ഖംറി വൽ ഹാഖു വദയ്യൂസ് അല്ലദീ യുകിറു ഫീ അഹ്ലിൽ ഖബസ്. മൂന്ന് കൂട്ടരുടെ മേൽ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. ഒന്ന് മുഴുകുടിയനാണ്, രണ്ടാമത്തത് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതാണ്, മൂന്നാമത് സ്വന്തം കുടുംബത്തിലെ വൃത്തികേടിന് സമ്മതം നൽകുന്നതാണ്. ഇപ്പൊ കുടുംബത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അങ്ങനെ ആയിക്കോട്ടെ, അത് മോനാണ് ഇങ്ങനെ ആയിക്കോട്ടെ, അതല്ല. സത്യസത്യമായി നിലകൊള്ളുകയും അനീതി കണ്ടാൽ അതിനു വേണ്ടി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ വെച്ച് പുലർത്തേണ്ടത് എന്ന് ശ്രദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. അപ്പോൾ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പിന്നെ റാബി പറയാണ്, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്താണ്? കുഫീത വഉകീത വഹുദീത, നീ തടിയപ്പെട്ടു, നീ സംരക്ഷിക്കപ്പെട്ടു, നീ സന്മാർഗം സിദ്ധിച്ചവനായി. പിശാച് അവനിൽ നിന്ന് അകന്നു നിൽക്കുമെന്നാണ്. ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എവിടെ പോകുമ്പോൾ. അങ്ങനെ ചെയ്താൽ അയാൾക്ക് സന്മാർഗം സിദ്ധിച്ചിരിക്കുന്നു എന്നാണ്, അയാൾക്ക് തിന്മ തടയപ്പെട്ടിരിക്കുന്ന, അയാൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹദീസുകൾ വന്നതാണ്. അപ്പൊ പിശാച് മറ്റവരോട് പറയുമ്പോൾ നീ ഒരാളിലേക്ക് എങ്ങനെയാണ് ചെല്ലുക? അയാൾ ഇത് ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്, അതുകൊണ്ട് തന്നെ അയാൾ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ എന്ന് പിശാച് മറ്റൊരു പിശാചിനോട് പറയുമെന്ന് ഹദീസ് ഉദ്ധരിച്ച വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വീടുകളിൽ പാലിക്കേണ്ട ചില മര്യാദകൾ ഇതൊരുപാടുണ്ട്. അതൊക്കെയും കഴിയുന്ന രൂപത്തിൽ നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എന്താണ്, വീടുകളിൽ സമാധാനമുള്ളതായി തീരും. ഇസ്ലാമിക അനുസരിച്ച് വീട്ടിൻ്റെയും കുടുംബത്തിൻ്റെയും സാഹചര്യങ്ങൾ മാറാൻ വേണ്ടി സാധിക്കും. അതിനുള്ള പരിശ്രമവും പഠനവും നമ്മൾ നടത്തുക. അതിനൊരു പ്രാക്ടിക്കലായി ഗ്രഹനാഥകളും മാറാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നിരച്ചുകയാക്കുക. തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എല്ലാവിധ ബിദ്അത്തുകളോട് തൊട്ടും ശിർക്കിനെ തൊട്ടും ദൂരം പാലിച്ചുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേണ്ടി കൊടുത്തു തീർക്കുക. മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക. സിനിമ, സംഗീതം, സീരിയൽ, മ്യൂസിക്, അതുപോലെ തന്നെ കുറേ ക്ലിപ്പുകൾ, വീഡിയോ ചാറ്റിങ്ങൾ, അതുപോലെയുള്ള കുറേ പുതിയ പുതിയ ടെക്നോളജി, അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ സമയങ്ങളെ കളയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലത് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ,
പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ അള്ളാഹുവെ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുക. അള്ളാഹുവെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യക്കീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റിത്തീർക്കണമേ. അള്ളാഹുവെ നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഭർത്താക്കന്മാരിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹ്.